Vision Television Awards 2020. ഇനി വേദിയിലേക്ക് എത്തുന്നു രമേശ് പിഷാരടി. രമേശ് പിഷാരടി, ദുബായ്, പ്ലീസ് വെൽക്കം. എല്ലാ ദുബായ് മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇവിടെ വന്ന് പലരും പറയുന്നത് കേട്ടു, ഇവിടെ എത്തി ഇത്രയും മലയാളികളെ ഒന്നിച്ചു കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ മലയാളി എന്ന് പറയുന്ന സാധനം നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നും അല്ല, ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. നമ്മളിൽ പലരും വിമാനത്തിലാണ്, പലരും അല്ല ഭൂരിപക്ഷം പേരും എല്ലാവരും വിമാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഗഫൂർക്ക കാലിഫോർണിയയിലേക്ക് പോകേണ്ട ഒരു ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിട്ടതിലൂടെ ഇവിടെ എത്തിയിട്ടുള്ള ലാലേട്ടൻ ഇവിടെയുണ്ട്. ഈ മഹാപ്രതിഭകൾക്ക് മുന്നിൽ ഞങ്ങൾക്കൊക്കെ വിത്ത് പാകാനും കിളയ്ക്കാനും പാകത്തിന് മലയാളത്തിന്റെ കലാലോകത്തെ മണ്ണിനെ ഏറ്റവും ഫലഭൂയിഷ്ടിയുള്ളതായി സൂക്ഷിച്ചു വെച്ച മലയാളത്തിന്റെ മഹാരഥന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഷോയിലേക്ക് കടക്കുകയാണ്. ഇവിടെ മാധ്യമരംഗത്തെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ നമുക്ക് മുന്നിൽ കൂടിയിരിക്കുകയാണ്. നമ്മളൊരു ഹാസ്യത്തിന് വേണ്ടി ഇവരെയൊന്ന് തിരിച്ചു ചിന്തിക്കുകയാണ്. ഇവരിൽ പലർക്കും ഈ പണി അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന്. ഇന്നിവിടെ ഈ വേദിയിൽ ഏറ്റവും ആദ്യം അവാർഡ് ഏറ്റുവാങ്ങിയത് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന TNG സാറാണ്. ഒരുപക്ഷെ ടെലിവിഷനിലെ ഒരു അവതാരകനോ മാധ്യമപ്രവർത്തകനോ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂ മെമ്പർ ആയിരുന്നെങ്കിൽ, ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുമല്ലോ ഓക്സിജൻ സിലിണ്ടർ കെട്ടുന്നതിനെ പറ്റിയും ജാക്കറ്റ് ഇടുന്നതിനെ പറ്റിയും ഒക്കെ. അത് എങ്ങനെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എന്ന് ആദ്യമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട കൈയടിക്കുക. TNG സാർ ഒരു ഫ്ലൈറ്റിന്റെ ക്യാബിൻ ക്രൂ മെമ്പറായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഫ്ലൈറ്റ് എടുക്കാറായി, കൊച്ചിയിൽ ഇങ്ങനെ ഫ്ലൈറ്റ് നിൽക്കുകയാണ്. ഫ്ലൈറ്റ് ഓടിത്തുടങ്ങുമ്പോൾ അദ്ദേഹം മുന്നിലെത്തും. മാന്യ പ്രേക്ഷകർക്ക് എന്റെ വിമാനത്തിലേക്ക് സ്വാഗതം. വിമാനത്തിന്റെ ഈ ലക്കത്തിൽ വിമാനം നിങ്ങളെ കൊണ്ടുപോകുന്നത് ദുബായിലേക്കാണ്. വിമാനം മുകളിൽ പൊങ്ങിക്കഴിയുമ്പോൾ അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ വിമാനത്തിന് 4 വാതിലുകളാണുള്ളത്. 2 ബാക്കിൽ കക്കൂസിന്റെ അവിടെയും 2 ഫ്രണ്ടിൽ പൈലറ്റിന്റെ അടുത്തുമായാണ് സ്ഥിതി ചെയ്യിപ്പിച്ചു വെച്ചിട്ടുള്ളത്. മുകളിലെത്തുമ്പോൾ അഥവാ ശ്വാസതടസ്സം തോന്നിയാൽ ഓക്സിജന്റെ 2 വള്ളി നിങ്ങളുടെ മുന്നിലേക്ക് തൂങ്ങി വരും. സ്വന്തം കുഞ്ഞാണെങ്കിലും ആദ്യം അത് സ്വന്തം മൂക്കിൽ വെക്കുക, പിന്നെ അടുത്തുള്ളവന്റെ മൂക്കിലേക്ക് വെച്ചു കൊടുക്കുക. ഫ്ലൈറ്റിലെ കക്കൂസിൽ പോയി ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുവാൻ അനുവദിക്കുന്നതല്ല. ഇതിലെ സീറ്റിനടിയിൽ നിങ്ങൾക്കുള്ള ജാക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് പൊട്ടിത്തകരുമ്പോൾ ഇതിനൊക്കെ സമയം കിട്ടുമോ എന്ന് ദൈവത്തിന് അറിയാം. എന്തു തന്നെയായാലും കൊച്ചിയിലെത്തുമ്പോൾ വീണ്ടും കാണാം. വിമാനത്തിന്റെ ഇലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇപ്പൊ ഈ അവാർഡിന് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ SMS ആണ്. പണ്ട് കേരളം ഭരിച്ചിരുന്നത് EMS ആണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് SMS ആണ്. ആരാണ് കലാകാരൻ, ഏതാണ് കലാകാരൻ, ആരെ വളർത്തണം, ആരെ തളർത്തണം, എല്ലാം തീരുമാനിക്കുന്നത് SMS ആണ്. പാടാൻ കഴിവുള്ള പെൺകുട്ടികളെയും കൊണ്ട് അമ്മമാര് പോവുകയാണ് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടാൻ. പെൺകുട്ടി ഫ്ലാറ്റിന് വേണ്ടി പാടുന്നു, ഫ്ലാറ്റായി പോകുന്നു. അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു, കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഒരു ബന്ധമില്ലാത്തൊരു ചേട്ടൻ 2 പേരെയും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നു. ഇത് നമ്മൾ TV യിലൂടെ തന്നെ കാണുകയാണ്. കഷ്ടകാലം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. റിയാലിറ്റി ഷോകൾ വന്നപ്പോൾ സീരിയലുകൾക്ക് ചെറുതായിട്ടൊരു കഷ്ടകാലം വന്നു, അതോടുകൂടി അവർ ദൈവത്തിനെ കൂട്ടുപിടിച്ചു. ഇപ്പം അയ്യപ്പൻ 2, ശ്രീകൃഷ്ണൻ 2, തോമസ് ലീഹയൊന്നും അൽഫോൻസാമയൊന്നും വേണ്ട, ലോകത്തുള്ള ദൈവങ്ങൾ മുഴുവൻ സന്ധ്യ TVയിലുണ്ട്. അമ്പലത്തിലും പള്ളിയിലും ആരും ഇല്ല. ആരാണ്, ഏതാണ്, എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് പരസ്യം കൊടുക്കുന്നതെന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. 2 ആഴ്ച മുമ്പ് TV പറയുന്നത് കേട്ടു, ഹാർപിക് അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന്. കക്കൂസ് കഴുകുന്ന ഹാർപ്പിക്കാണ് അയ്യപ്പനെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അയ്യപ്പനെ രക്ഷയില്ലാത്ത കാലഘട്ടം. ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് ഒരു ദിവസം പരിപാടിക്ക് മുമ്പ് അമ്മ എന്നോട് പറഞ്ഞു, മോനെ വരുമ്പോ ഒരു 10-20 ലഡു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാനൊരു 20 ലഡു കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. നല്ല ഷുഗർ ആണെങ്കിലും അമ്മ 2 ലഡു തിന്നു. 2 പാൽക്കാരന് കൊടുത്തു, 2 പത്രക്കാരന് കൊടുത്തു. വീട്ടിലെ റോഡ് സൈഡിലൊക്കെ നിന്ന് ലഡു വിതരണം. അപ്പൊ ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഇതിത്ര സന്തോഷം, ഇന്നിന്റെ പിറന്നാളാണോ? അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല മോനെ, നിന്റെ പിറന്നാളൊക്കെ ഈ വീട്ടിൽ കരിദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്, ലഡു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തിന് ലഡു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അമ്മ സന്തോഷത്തോടെ പറയാണ്, ഇന്നലെ ഹരിചന്ദനത്തിൽ ഉണ്ണിമായ പ്രസവിച്ചു എന്ന്. ഈ അമ്മയ്ക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെയൊക്കെ അമ്മ 10 മാസമേ ചുമന്നിട്ടുള്ളൂ.
ഇത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും എന്നും പറഞ്ഞ് അമ്മ കാത്തിരിക്കുക. അമ്മയുടെ വിചാരം റിമോട്ട് ഞെക്കിയ നായിക പ്രസവിക്കുമെന്നാണ്. ഇത് പ്രസവിക്കില്ലല്ലോ. അതുപോലെ തന്നെ പണ്ടുള്ളവർ പറയാറുണ്ട്, ഗർഭകാലത്ത് കുറച്ച് കുങ്കുമപ്പൂ ഒക്കെ കഴിച്ചാൽ കുട്ടിക്ക് ഒരിത്തിരി വെളുപ്പ് കിട്ടുമെന്ന്. ഇപ്പൊ കുങ്കുമപ്പൂ കിട്ടാനില്ല. അതുകൊണ്ട് ഗർഭിണിയായ കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മ പറഞ്ഞു കൊടുത്തു, കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, രാത്രി കുറച്ചു നേരം കുങ്കുമപ്പൂ സീരിയൽ കണ്ടോണ്ടിരുന്നാൽ മതി, കുറച്ചെങ്കിലും കൊച്ചു വെളുക്കുമെന്ന്. ഇങ്ങനെ TV നമുക്ക് ഒരുപാട് പുതിയ കാഴ്ചകൾ കാണിച്ചു തരുന്നതിൽ മിഡിൽ ഈസ്റ്റിൽ വന്ന് റൂമിലിരുന്ന് TV കാണുമ്പോൾ പലപ്പോഴും കാണുന്ന പരിപാടികളിൽ ഒന്നാണ് സഞ്ചാരം എന്ന പരിപാടി. ഒരാൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കണ്ട കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്ന പരിപാടിയാണ് സഞ്ചാരം. സഞ്ചാരം പരിപാടി മുന്നിലേക്ക് കൊണ്ടുവന്നത് അതിന്റെ ഒരു വോയിസ് ഓവർ ആണ്. സഞ്ചാരത്തിന്റെ വോയിസ് ഓവർ നമുക്കൊന്ന് കേൾക്കാം. സഞ്ചാരം. മെസ്സപ്പൊട്ടോമിയുടെ തലസ്ഥാനമായ ഉസ്ബാക്കിസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്റെ മനസ്സിനെ ഹഠാത് ആകർഷിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നാട്ടിൽ തിരിച്ചെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ അമ്മയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന്. ഇതും അവസാനിക്കുമ്പം ഈ TV-യിലൂടെയാണ് നമുക്ക് രാഷ്ട്രീയ താരങ്ങളുടെ എല്ലാം ശബ്ദം കേട്ട് പരിചയം, അല്ലാതെ വലിയ സ്ക്രീനിലൂടെയല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു പരിധിവരെ രാഷ്ട്രീയത്തിലുള്ള സജീവമായി നിൽക്കുന്നവരെയും നമുക്ക് TV താരങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇനി പുതിയ കുട്ടികൾ റിയാലിറ്റി ഷോകളിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പെട്ടെന്ന് പ്രശസ്തരാകാൻ തുടങ്ങിയപ്പോൾ ഈ പണി എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ എന്ന് തോന്നി കേരള രാഷ്ട്രീയത്തിലെ 2 പേർ പാടാൻ വേണ്ടി എത്തി. ഇതിൽ പാടാൻ വേണ്ടി ആദ്യം എത്തിയത് പ്രതിപക്ഷ നേതാവ് അച്ചുമാമനാണ്. അദ്ദേഹം വന്ന് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പാടി, യോ ബോയ്സ്, ഐ ആം സിംഗ് സോങ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് ഗവൺമെന്റിന് വൈ ദിസ് കൊലവെറി 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 ഡി, വൈ ദിസ് കൊലവെറി 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 ഡി. തമിഴ്നാട് മുഖ്യമന്ത്രി ഗേള് കളറ് വൈറ്റ്, പക്ഷേ ഹാർട്ട് ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. ഇത് കേട്ടപ്പോ മുഖ്യമന്ത്രിക്ക് തോന്നി ഒരു പാട്ട് പാടണമെന്ന്. മുഖ്യമന്ത്രി തൊമ്മൻചാണ്ടി സാറെത്തി ഇങ്ങനെ പാടി, ഗവൺമെന്റ് എന്നോട് ഏത് പാട്ട് പാടാൻ പറയുന്നു, ഞാൻ ആ പാട്ട് പാടും. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ